യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അച്ഛനെന്താ അങ്ങനെ പറഞ്ഞത്? ഭാവന എന്നോടൊപ്പം വരില്ല എന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അങ്ങനൊരു തോന്നൽ എനിക്കുണ്ട് മോനെ. കാരണം അവളിപ്പോ പഴയ ഭാവനയല്ലല്ലോ. മറ്റുള്ളവർക്കൊരു ബാധ്യതയാവാതെ ഒഴിഞ്ഞു മാറി നിൽക്കാനാ അവളിപ്പോ നോക്കുന്നേ. അതുകൊണ്ടാ നിന്നിൽ നിന്ന് അവൾ അകലാൻ ശ്രമിക്കുന്നേ. എന്തായാലും നമ്മൾ വരുന്നുണ്ടെന്ന് അവളെ ഒന്ന് അറിയിച്ചേക്കാം. അത് വേണോ അച്ഛാ? നമ്മൾ പോകുമ്പോ അറിഞ്ഞാ പോരെ? അല്ല, പെട്ടെന്ന് നമ്മളെല്ലാം ഒരുമിച്ച് കാണുമ്പോ ഒരു പരിഭ്രമം ഉണ്ടാവണ്ട. എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞേക്കാച്ചാ. അതാ നല്ലത്. അവനെ ഞങ്ങളാരും അറിയാതെയാ മനസ്സവൾ ഇങ്ങോട്ട് വന്നേ. ഇന്നലെ തന്നെ പെറുക്കി കെട്ടി പോകാനൊരുങ്ങിയപ്പോ തടഞ്ഞതുകൊണ്ടാ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞേ. ഭാവനയെ കണ്ട് ഒന്നുകൂടി സംസാരിക്കാൻ വേണ്ടിയാ ഞങ്ങളിപ്പോ വന്നേ. ഭാവന, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. മാനസമോൾ ഇവിടെ വന്ന് പറഞ്ഞതെല്ലാം ഞങ്ങളോട് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിൽ ഒരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല. എങ്കിലും ഞാനൊരു കാര്യം പറയാം, നീ അത് മുഖവിലക്കെടുക്കണം. എന്റെ ജീവിതം ഇനി എത്ര നാളെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ നടക്കണമെന്നുമില്ല. നമ്മൾ തീരുമാനിച്ചതുപോലെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നിന്റെയും സൂര്യയുടെയും വിവാഹം നടക്കണം. ഇവിടിപ്പോ ആലോചിക്കാനൊന്നുമില്ല. എനിക്ക് എന്റെ മോന്റെ സന്തോഷം വലുത്. അപ്പോ സൂര്യക്ക് ആന്റിയുടെ സന്തോഷം വലുതല്ലേ? എന്നെ ഭാര്യയാക്കി ആ വീട്ടിലൊരു പാഴ്വസ്തുവിനെ പോലെ പ്രതിഷ്ഠിച്ച ആന്റിയുടെ ആഗ്രഹം നിറവേറ്റാൻ സൂര്യക്ക് സാധിക്കൂ? ആന്റി, ഈ ജന്മത്തിൽ ഈ വീൽ ചെയറിൽ നിന്നും ഒരു മോചനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്ത് ധൈര്യത്തിലാ സൂര്യയുടെ ഭാര്യയാവേണ്ടത്? ഭാവന ഇനി ഭാര്യയാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ തന്നെ സൂര്യയുടെ ഭാര്യയല്ലേ ഭാവന. ഇത്രയും നാളും നിങ്ങൾ രണ്ടാളും ആ വീട്ടില് ഭാര്യയും ഭർത്താവുമായിട്ടല്ലേ കഴിഞ്ഞത്. ഇനിയും അതുപോലെ തന്നെ കഴിഞ്ഞാൽ മതി. ഭാവന, നമുക്കെല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്നും ഭാവന പിന്തിരിയണം. സൂര്യ, നമുക്കൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ എന്ന് വ്യക്തമായി ബോധ്യമുള്ളതുകൊണ്ടാ ഞാനും ഇങ്ങനൊരു തീരുമാനം എടുത്തത്. എന്റെ ജീവിതം വെച്ച് സൂര്യയുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ ഇനി എനിക്ക് വയ്യ. ഒരിക്കലും ഈ വീൽ ചെയറിൽ നിന്നും ഞാൻ എഴുന്നേക്കാൻ പോകുന്നില്ല. ഇനി അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാവുമെന്നും തോന്നുന്നില്ല. ഇനിയെങ്കിലും ഞാൻ പറയുന്നതിന്റെ സീരിയസ്നെസ് സൂര്യയും ആന്റിയും അങ്കിളും ഒന്ന് മനസ്സിലാക്ക. ഭാവനെ, അങ്കിളും ആന്റി നിന്നെ മനസ്സിലാക്കിയാണല്ലോ വീണ്ടും നിന്നെ ഇവിടെ വന്നത്. ഇനിയെങ്കിലും നീ നിന്റെ ഭാവിയെ കുറിച്ചും ചിന്തിക്കുക. സൂര്യയുടെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും വീണ്ടും നിന്റെ പിന്നാലെ ഇങ്ങനെ വരത്തില്ലായിരുന്നു. അതുകൊണ്ടൊന്ന് ആലോചിക്കും മോളെ. ഏട്ടൻ എന്തറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ആ വീട്ടിലെ അവസ്ഥ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്കിളും ആന്റിയും ഒന്ന് ചിരിച്ചു കണ്ടിട്ട് എത്ര നാളായിന്നറിയോ? എന്താ അതിന്റെ കാരണം?
ആന്റിയുടെ അസുഖം തന്നെയാ. മാനസികെന്നും ഞങ്ങൾ ഇങ്ങനെ പരിചരിച്ചു കഴിഞ്ഞാൽ മതിയോ? ഇവൾക്കും വേണ്ട ഒരു ജീവിതം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് നല്ലത് സൂര്യ മാനസയെ വിവാഹം കഴിക്കുന്നത് തന്നെയാണ്. അപ്പൊ നിന്റെ ഭാവിയെ കുറിച്ച് ഞങ്ങളാരും ചിന്തിക്കണ്ടേ ഭാവനെ? സൂര്യയുടെ ഭാര്യയായിട്ട് നീ വീട്ടിൽ കുറെ നാളെ ജീവിച്ചാലും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ നിനക്കൊരു കുടുംബജീവിതം വേണമെന്നാണോ പറയുന്നത്? ഞങ്ങൾക്കൊക്കെ ഒരു ജീവിതം ഉണ്ടാക്കി തന്നിട്ട് ചേച്ചി ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കണ്ട. അതെ, ഇനി എനിക്ക് പഠിക്കാനും താല്പര്യമില്ല. അങ്ങനെ ഇപ്പൊ ഞങ്ങളെ മാത്രം ചേച്ചി സംരക്ഷിക്കണ്ട. ഗായത്രിക്കൊന്നും പറയാനില്ലേ? എന്റെ മോളെടുത്തിട്ടുള്ള ഒരു തീരുമാനവും തെറ്റായിട്ടില്ല. എന്തെങ്കിലും കാരണവുമില്ലാതെ ഇവളിങ്ങനെ തീരുമാനിക്കുകയില്ല. അതുകൊണ്ട് ഞാനെന്നും എന്റെ മോൾക്കൊപ്പം നിൽക്കൂ. അങ്ങനെയാണെങ്കിൽ ഇനി എനിക്കൊന്നും പറയാനില്ല ഗായത്രി. ഭാവനയുടെ ഇഷ്ടം എന്താണോ അതുപോലെ തന്നെ നടക്കട്ടെ. അവനെ ഈ വിവാഹം എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കുന്നവർ തമ്മിൽ ഒന്നിക്കുന്ന ഒരു മഹത്തായ ചടങ്ങാണ്. ഇവിടെ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം വന്ന സ്ഥിതിക്ക് എനിക്കൊന്നും പറയാനില്ല. ഭാവന തന്നെ തീരുമാനിച്ചാൽ മതി. ഇനി വീൽ ചെയർ എന്റെ ശാപം. ഇതിൽ നിന്ന് ഞാനൊന്ന് എഴുന്നേറ്റിരുന്നെങ്കിൽ മറ്റൊന്നും ഞാൻ നോക്കില്ലായിരുന്നു. ആ നിമിഷം നിങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം പോലെ ഞാൻ എന്റെ സൂര്യയെ വിവാഹം ചെയ്യുമായിരുന്നു. എനിക്കറിയാം സൂര്യക്ക് എന്നോട് തീർത്താ തീരാത്ത ദേഷ്യമുണ്ടെന്ന്. സൂര്യ, ഞാൻ എന്റെ ഹൃദയത്തെ തൊട്ട് തന്നെ പറയാ, നീ ആന്റിയെ വേണം ഇപ്പൊ മനസ്സിലാക്കാൻ. ആന്റിയുടെ നന്മയ്ക്ക് വേണ്ടി നീ മാനസയെ തന്നെ വിവാഹം കഴിക്കണം. അല്ലാതെ ജീവിതകാലം മുഴുവൻ ഒരു പാഴ്വസ്തുവിനെ പോലെ ഒരു മൂലയ്ക്കിരിക്കാൻ വിധിക്കപ്പെട്ട എന്നെ അല്ല നീ വിവാഹം ചെയ്യേണ്ടത്. എന്റെ ഇഷ്ടം നോക്കാതെ ഒന്നുരിയാടാൻ പോലും ആവാതെ ഞാൻ ഇരിക്കുന്ന സമയത്ത് നീ എന്റെ കഴുത്തിൽ കെട്ടിയ ഈ താലിക്ക് എന്ത് വിലയുള്ളതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വിലയില്ല സൂര്യ. താലികെട്ടിൽ ഒരു പുണ്യകർമ്മോ, അതിന് അതിൻ്റെതായ ചില ചടങ്ങുകളുണ്ട്. അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാ ഒരു നിമിഷം പോലും നമുക്ക് മനസ്സമാധാനം കിട്ടാത്തത്. ഇനിയെങ്കിലും നീ ആന്റി പറയുന്ന പോലെ ഒന്ന് ചെയ്യാൻ നോക്ക്. അച്ഛാ, അമ്മേ, നമുക്കറിയാം. ഭാവനെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിന് ക്ഷമ ചോദിക്കുന്നു. എന്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രം ഞാൻ മാനസയെ വിവാഹം ചെയ്യാൻ സമ്മതിച്ചിരിക്കുന്നു.
അമ്മേ പോ. സൂര്യ, ഒരു മിനിറ്റ്. അമ്മ, എന്താ മോളെ? എന്റെ കഴുത്തി കിടക്കുന്ന താലി അമ്മ തന്നെ ഊരി സൂര്യയുടെ കൈ കൊടുക്ക.